ഹലോ ഗൈസ്, അപ്പോൾ ഞങ്ങൾ ഇന്നത്തെ യാത്ര കഴക്കൂട്ടത്ത് നിന്ന് ബാംഗ്ലൂരിലേക്കാണ്. എന്താ 1700 രൂപയ്ക്ക് ബാംഗ്ലൂർ ട്രിപ്പ്? അത്രയ്ക്ക് അങ്ങോട്ട് ഞെട്ടണ്ട, 1700 രൂപയ്ക്ക് തന്നെ. വെള്ളിയാഴ്ച ഉച്ച കഴിഞ്ഞ് കമ്പനിയിൽ നിന്ന് ലീവും പറഞ്ഞിറങ്ങി 12 മണിയായപ്പോൾ കഴക്കൂട്ടത്തെത്തി. 12:56 KSR ബാംഗ്ലൂർ എക്സ്പ്രസ്സിലായിരുന്നു യാത്ര. പെട്ടെന്നുള്ള ട്രിപ്പായതിനാൽ ജനറലായിരുന്നു യാത്ര. 255 രൂപ ടിക്കറ്റ് ചാർജ്. നൈറ്റ് മുഴുവൻ ട്രെയിനിലായിരുന്നു. രാവിലെ 6:45 KSR ബാംഗ്ലൂർ റെയിൽവേ സ്റ്റേഷനിൽ എത്തി. റെയിൽവേ സ്റ്റേഷനിൽ തന്നെ AC റൂമിൽ ഫ്രഷായി ക്ലോക്ക് റൂമിൽ ബാഗും വെച്ച് നേരെ ബൈക്ക് റെന്റൽ ഷോപ്പിലേക്ക് പോയി. റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ഒരു 6 കിലോമീറ്റർ മാറി മാരി റെന്റ് ബൈക്ക് എന്ന റെന്റൽ ഷോപ്പിൽ നിന്നായിരുന്നു സ്കൂട്ടർ റെന്റ് എടുത്തത്. പെർ ഡേ 500 രൂപയായിരുന്നു ചാർജ്. അതുകൂടാതെ പെട്രോളിന് 200 രൂപയുമായി. ഡ്രൈവിംഗ് ലൈസൻസ് ഒറിജിനൽ കയ്യിൽ കരുതണം. ഓണസ്റ്റ്ലി പറയാമല്ലോ, ബാംഗ്ലൂർ കാണാൻ ബൈക്കാണ് ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ. ബൈക്ക് എടുത്തതോടുകൂടി ട്രിപ്പ് ഒഫീഷ്യലി സ്റ്റാർട്ടായി. ഫസ്റ്റ് സ്റ്റോപ്പ് ലാൽബാഗ് ബൊട്ടാണിക്കൽ ഗാർഡൻ ആയിരുന്നു. മോർണിംഗ് ടൈമാണ് ബെസ്റ്റ്. തിരക്ക് വളരെ കുറവായിരിക്കും. മാത്രമല്ല 9 മണി വരെ ടിക്കറ്റ് ഫ്രീ ആണ്. അകത്ത് കയറിയാൽ പിന്നെ സിറ്റി നോയ്സ് എല്ലാം ഓഫ് ആയതുപോലെയാണ്. നേരെ കയറി ചെല്ലുമ്പോൾ വിശാലമായ ഈ ലേക്ക് കാണാം. ഇതിൻ്റെ സൈഡിലൂടെ നടക്കാനുള്ള സൗകര്യവുമുണ്ട്. 5 ആളുകൾ ചേർന്ന് കൈപിടിച്ചാൽ പോലും എത്താത്തത്ര വലിപ്പമുള്ള വലിയ മരങ്ങളൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു. നടന്നാലും തീരാത്ത പോലെ ഏക്കർ കണക്കിന് സ്ഥലമായിരുന്നു അകത്ത്. കുറേ ഉള്ളിലേക്ക് ചെല്ലുമ്പോൾ ഈ ഒരു ഗ്ലാസ് ഹൗസ് കാണാം. നേരത്തെ ഇതിനകത്ത് കയറ്റുമായിരുന്നെന്ന് അവർ പറഞ്ഞു. പക്ഷേ ഇപ്പോൾ ഇത് ക്ലോസ്ഡ് ആണ്. രാത്രി വരുവാണെങ്കിൽ ഇവിടുത്തെ ലൈറ്റ് ഷോ ഒക്കെ കാണാം. ഇതിൻ്റെ ഒരു സൈഡിലായിട്ടാണ് ഈ ഒരു ഫൗണ്ടൈൻ ഉള്ളത്. രാവിലത്തെ വെയിൽ ഒരു മഴവില്ല് പോലെ അതിലുണ്ടായത് കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. അവിടുന്ന് ഞങ്ങൾ നേരെ അടുത്ത വശത്തേക്ക് നടന്നു. വഴികളിൽ ഇരുവശത്തുമായി മരത്തിൽ കൊത്തിയെടുത്ത കുറേ ശില്പങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് ചെന്ന് നേരെ എത്തുന്നത് റോക്ക് വ്യൂ പോയിന്റിലേക്കാണ്. അവിടെ നിന്നാൽ ബാംഗ്ലൂർ സിറ്റിയുടെ ഒരു വശം ഫുള്ള് കാണാം. തിരിച്ചിറങ്ങുന്ന വഴിക്ക് ശ്രദ്ധയിൽപ്പെട്ടതാണ് ഇത്. നല്ല പഴക്കമുള്ള ഒരു മരത്തിന്റെ ഫോസിലായിരുന്നു ഇത്. അതെല്ലാം കണ്ട് അവിടെ നിന്ന് നേരെ ഇറങ്ങിയത് ബാംഗ്ലൂർ ഫോർട്ടിലേക്കായിരുന്നു. രാവിലെ ആയതിനാൽ റോഡിലൊന്നും വലിയ തിരക്കൊന്നുമില്ലായിരുന്നു. ഇതാണ് ബാംഗ്ലൂർ ഫോർട്ട്. 4 ആൾ പൊക്കമുള്ള വലിയ മതിലുകളും ഒരാനയ്ക്ക് പോലും കടക്കാൻ പറ്റുന്ന അത്ര വലിയ വാതിലുമായിരുന്നു ഇതിൻ്റെ പ്രത്യേകത. എൻട്രി ഫ്രീ ആണ്. അധിക സമയം കളയാനുള്ളത് അകത്തൊന്നും ഇല്ലെങ്കിലും ഹിസ്റ്റോറിക്കൽ പ്ലേസസ് ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് കണ്ടിരിക്കാവുന്നൊരു സ്ഥലം തന്നെയാണ്. ടിപ്പു സുൽത്താൻ്റെ കാലത്തിലുള്ള ഒരു നിർമ്മിതിയാണിത്. അതുകൊണ്ട് തന്നെ ഏറെ പഴക്കം ചെന്നതാണ്. ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാൻ പറ്റിയ ഒരു സ്പോട്ട് കൂടിയാണിത്. ഞങ്ങളും കുറേ ഫോട്ടോസും വീഡിയോസും ഒക്കെ ഉള്ളിൽ വെച്ചെടുത്തു. ഇവിടുന്ന് നേരെ പോയത് ബാംഗ്ലൂർ പാലസിലേക്കായിരുന്നു. എൻട്രി ടിക്കറ്റ് 200 രൂപയാണ്. പോകുമ്പോൾ ഒരു കാര്യം മൈൻഡിൽ വെച്ചേക്കണം, ഇവിടെ ക്യാഷും കാർഡും മാത്രമേ എടുക്കൂ. ഗൂഗിൾ പേ ഒന്നുമില്ല. ബാംഗ്ലൂരിലെ വൺ ഓഫ് ദി ബെസ്റ്റ് പ്ലേസ് ആണിത്. റോയൽ ഇൻറ്റീരിയേഴ്സും വുഡൻ വർക്കും ഓൾഡ് പെയിൻറ്റിങ്ങും എല്ലാം കൊണ്ടും അകം നല്ല അടിപൊളിയായിരുന്നു. അകത്ത് കയറിയാൽ പാലസിൻ്റെ ചരിത്രം അറിയാനും വേണ്ടിയിട്ടൊരു സെൽഫോണും ഇയർഫോണും തരും. ആവശ്യമുള്ളവർക്ക് അതും വാങ്ങി അകത്ത് കാണുന്ന ഓരോന്നിനെയും പറ്റി അറിയാൻ സാധിക്കും. ഒരു ഉച്ച അടുക്കാറാവുന്ന സമയത്ത് പോവുകയാണെങ്കിൽ വലിയ തിരക്കൊക്കെ ഒഴിവാക്കാം. ഇൻറ്റീരിയേഴ്സിലെ വർക്കുകളൊക്കെ എടുത്തു പറയേണ്ടത് തന്നെയാണ്. ഇതൊക്കെ രാജാ രവിവർമ്മയുടെയും മറ്റും പഴക്കം ചെന്ന പെയിൻറ്റിങ്ങുകളുടെ കളക്ഷനാണ്. ഈ ഇരിക്കുന്നത് രാജാവ് വേട്ടയാടിയ ഒരു ആനയുടെ ഒറിജിനൽ കാലാണ്. അകത്തെ വിശാലമായ കാഴ്ചകളെല്ലാം കണ്ട് അവിടെ നിന്നും ഇറങ്ങി. ഉച്ചക്കാലത്തെ ഫുഡൊക്കെ കഴിച്ച് നേരെ പോയത് സെന്റ് മേരീസ് ബസിലിക്കയിലേക്കായിരുന്നു. ശിവജി നഗറിലാണിത്. ഏകദേശം 200 വർഷത്തിന് മുകളിൽ പഴക്കമുണ്ട്. ഉയരമുള്ള ടവറുകളും വലിയ ജനാലകളും ഒക്കെയുള്ള ഗോത്തിക് സ്റ്റൈൽ ആർക്കിടെക്ചറാണ് ഇന്റീരിയറിന് ചെയ്തിരിക്കുന്നത്. കളർഫുള്ളായിട്ടുള്ള ജനാലകളൊക്കെ നല്ല ഭംഗിയാണ്. അകത്ത് കയറിയാൽ ഒരു കാം ആൻഡ് പീസ്ഫുൾ ഫീലാണ്. കുറച്ചു നേരം അകത്തിരുന്നപ്പോൾ മൈൻഡൊക്കെ ഒന്ന് ഫ്രഷായി. അതിനുശേഷം അവിടെ നിന്ന് ഞങ്ങൾ ഇറങ്ങി. അവിടുന്ന് നേരെ പോയത് കുബോൺ പാർക്കിലേക്കായിരുന്നു. ഇത് ഈ പാർക്കിലുള്ള ഒരു ലൈബ്രറിയാണ്. കുറച്ച് മരങ്ങളും കൂടുതൽ പുൽമേടുകളും ഒക്കെ ആയതിനാൽ നട്ടുച്ചയ്ക്കൊന്നും ഇവിടെ പോകരുത്. വൈകുന്നേര സമയത്തൊക്കെ വന്നിരിക്കാൻ ബെസ്റ്റ് ഓപ്ഷനാണിത്. ബാംഗ്ലൂരിലെ ഫേമസ് കപ്പിൾ സ്പോട്ട് കൂടിയാണിത് എന്നൊരു പറച്ചിൽ കൂടിയുണ്ട്. നിറയെ പൂക്കളോട് കൂടിയ ഈ ഒരു മരം നല്ലൊരു അട്രാക്റ്റീവായി തോന്നി. കൂടുതൽ ആളുകളും ഇതിന് ചുറ്റുമായി നിന്ന് ഫോട്ടോഷൂട്ടും റീലെടുക്കലും ഒക്കെ ആയിരുന്നു. ഞങ്ങൾ കുറേ ഫോട്ടോ ഒക്കെ എടുത്തിട്ട് അവിടെ നിന്ന് പയ്യെ ഇറങ്ങി. അടുത്ത സ്ഥലം ഇസ്കോൺ ടെമ്പിൾ ആയിരുന്നു. ഈ ടെമ്പിൾ ഒരു ചെറിയ ഹിൽ ടോപ്പിലാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ നിന്നുള്ള സിറ്റി വ്യൂവും നല്ല രസമായിരുന്നു. ദൂരെയായി മെട്രോ ട്രെയിൻ പോകുന്നത് ഇതുപോലെ കാണാം. ട്രഡീഷണൽ ആൻഡ് മോഡേൺ സ്റ്റൈൽ മിക്സായ ഡിസൈനാണ് ബിൽഡിങ്ങിൻ്റേത്. ഇവിടുത്തെ മെയിൻ പ്രതിഷ്ഠ കൃഷ്ണനും രാധയുമാണ്. അതുകൂടാതെ ബലരാമനും നരസിംഹവും വെങ്കടേശ്വരനും ഉണ്ട്. ഭജനയും കീർത്തനവും ഒക്കെയായി അകത്ത് നല്ലൊരു ഡിവോഷണൽ ഫീലിംഗ് ആയിരുന്നു. അമ്പലത്തിന് പുറത്തോട്ടിറങ്ങുമ്പോൾ കുറേ സ്റ്റാളുകളൊക്കെ ഉണ്ട്.
മനുഷ്യ ജീവിതത്തിലെ വിവിധ ഘട്ടങ്ങൾ കാണിക്കുന്ന ഈ ഒരു ആർട്ട് വർക്കും ഇറങ്ങി വരുന്നിടത്തായുണ്ട്. രാത്രിയായ ലൈറ്റൊക്കെ ഇട്ട് നല്ല ഭംഗിയാണെന്ന് കേട്ടു. പക്ഷേ അധിക സമയമില്ലാത്തതിനാൽ പ്രസാദമൊക്കെ കഴിച്ച് ഇവിടെ നിന്ന് ഞങ്ങൾ ഇറങ്ങി. നേരെ പോയത് കൊമേഴ്ഷ്യൽ സ്ട്രീറ്റിലേക്കായിരുന്നു. ഈ ട്രിപ്പിൽ പറ്റിയ ഏറ്റവും വലിയ മണ്ടത്തരം അതായിരുന്നു. ഒടുക്കത്തെ തിരക്ക്, ട്രാഫിക് എല്ലാം കൂടെ ഞങ്ങൾ പെട്ടുപോയെന്ന് തന്നെ പറയാം. 8 മണിക്ക് ട്രെയിൻ ഉള്ളതായിരുന്നു. ജസ്റ്റ് അവിടെ ചെന്ന് ഓടിച്ചിട്ട് കണ്ട് അപ്പോൾ തന്നെ അവിടെ നിന്ന് ഇറങ്ങി. ലൈറ്റൊക്കെ ഇട്ട് ഭംഗിയുണ്ടായിരുന്നെങ്കിലും ഒന്നും ആസ്വദിക്കാൻ പറ്റിയില്ല. ബാംഗ്ലൂരിലെ തിരക്ക് ശരിക്കും കണ്ടെന്ന് തന്നെ പറയാം. നൈറ്റ് 8:10 കന്യാകുമാരി എക്സ്പ്രസ്സിലായിരുന്നു തിരിച്ചുള്ള യാത്ര. KSR ബാംഗ്ലൂരിൽ നിന്നും തിരിച്ച് കഴക്കൂട്ടത്തേക്ക്. ഒടുക്കത്തെ ഭാഗ്യമായിരുന്നു ഞങ്ങൾക്ക് തിരിച്ചു പോന്നപ്പോൾ. ബാംഗ്ലൂർ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇത്രയും തിരക്ക് അനുഭവപ്പെടുന്നതെന്ന് 7 വർഷമായിട്ട് ബാംഗ്ലൂരിൽ നിന്ന് നാട്ടിലേക്ക് തിരിച്ചും യാത്ര ചെയ്തൊരു ചേട്ടൻ പറയുന്നത് കേട്ട്. ഏകദേശം 6-7 മണിക്കൂർ ഒറ്റ നിൽപ്പായിരുന്നു. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ, ബാംഗ്ലൂർ ട്രിപ്പ് പ്ലാൻ ചെയ്യുകയാണെങ്കിൽ ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്തിട്ട് പോകുന്നതാണ് ഏറ്റവും നല്ലത്. ട്രിപ്പിൻ്റെ ടോട്ടൽ ചിലവായത് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. വീഡിയോ ഇഷ്ടമായെങ്കിൽ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.